ബാക്ക് മസാജ് വരെ കിട്ടും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ? എങ്ങനെ പോകണു? ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മഴ ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തൊന്ന് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഡിഫറെൻറ്റ്. എല്ലാ വീഡിയോയും എനിക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു സെൽഫ് പാമ്പറിങ് അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഫിറ്റ്നസ് വിത്ത് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ അവരുടെ ഒരു 37 ഡേയ്സ് ചാലഞ്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഉഷാറായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള പരിപാടികൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സെൽഫ് പാമ്പറിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ്. കാരണം എന്താ പറയുക, യു ഷുഡ് ലവ് യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഐ ഡു ലവ് മൈ സെൽഫ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണം, പിന്നെ എൻ്റെ ഫേസൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് സെറ്റാക്കണം. ഇതാണ് അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് പാമ്പറിങ് സെഷനിൽ. പിന്നെ ഞാൻ നന്നായി ഉറങ്ങണം. അതിപ്പോൾ രാവിലെ നല്ല ഉഷാറായിട്ടോ. ഞാൻ നേരത്തെ കിടക്കും ഇപ്പോൾ, കാരണം രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യണ്ടേ. അപ്പോൾ നേരത്തെ കിടക്കും, എന്നിട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. അതും പാമ്പറിങ്ങിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ മുടി ആൻഡ് മുഖം, കൈ, കാലൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെയറിനും കൈയും കാലിനൊക്കെ ഞാൻ ഓൾറെഡി സലൂണിൽ പറഞ്ഞു വെച്ചു. ഞാനൊരു ഹെയർ സ്പാ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മയൊന്നും അങ്ങനെ മസാജ് ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് മസാജ് ചെയ്യണം. നമുക്ക് ഭയങ്കര മടിയാട്ടോ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മസാജും ഒരു സ്റ്റീമൊക്കെ കിട്ടും, നല്ലൊരു സുഖമില്ല, നല്ല ഉറക്കം കിട്ടും അവിടെ സ്പാ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്ത് അപ്പോൾ ഇതിൽ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഫേസിൻ്റെ ഞാൻ അങ്ങനെ പാർലറിൽ അധികം ചെയ്യാറില്ല. ഞാൻ ഐബ്രോ ത്രെഡിങ് ആൻഡ് അപ്പലിപ്പ് മാത്രമാണ് പാർലറിൽ ചെയ്യാറുള്ളൂ. അതിപ്പോൾ നമുക്ക് സൗന്ദര്യം അങ്ങനത്തെ കോൺസെപ്റ്റ് അല്ല കേട്ടോ. ഞാനൊക്കെ നോർമൽ ആളാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രായമാവട്ടെ എന്നിട്ട് മതി ഫേഷ്യലും കാര്യങ്ങളും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കതൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും മുഖത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലുള്ള കുറച്ച് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് പിന്നെ ഞാൻ ലിപ്സാണ് പിന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്യാറ്. ഞാൻ ചെറിയൊരു സ്ക്രബൊക്കെ കൊടുക്കും നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന്. നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ട് കേട്ടോ, 2 മണിക്ക് പാർലറിൽ അപ്പോയിൻമെൻറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ വേഗം ഫേസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഗോ ടു ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ അത് മുൾട്ടാനി മിട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ടീനേജേഴ്സും ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം നമുക്കൊരു ട്രസ്റ്റാണല്ലേ, അതാണെങ്കിൽ വലിയ പ്രശ്നമില്ലേ നമ്മുടെ സ്കിന്നിന് എന്നൊക്കെയുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ സാൻഡൽവുഡിൻ്റെയും മുൾട്ടാനി മിട്ടിയുടെയും ഒരു കോമ്പിനേഷൻ ആയാലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിൻ നല്ല സെൻസിറ്റീവാണ്. അപ്പോൾ വെയിലത്തൊക്കെ പോയി വന്നാൽ പിന്നെ പറയേ വേണ്ട, ആ ഒരു റെഡ്നെസ്സും ആ ഒരു എന്താ പറയുക ടാനൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ 2 പേരെയും ഞാൻ കണ്ടുപിടിച്ചു. 2 പേരും ഉള്ള ഒരു ഫേസ് പാക്ക് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതല്ലേ ബെറ്റർ, എന്താ പറയുക, പെർഫെക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഇൻഡസ് വാലിയുടെ ബയോ ഓർഗാനിക് സാൻഡൽവുഡ് ഫേസ് പാക്ക് പൗഡറാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൽ 2ൻ്റെയും ഗുണം വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ചന്ദനത്തിന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തോന്നുന്നു. ചന്ദനത്തിൻ്റെ ആ കൂളിംഗ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് അത്രയും അടിപൊളിയാണ്. അതായത് സ്പെഷ്യലി ഹീറ്റ്, എൻ്റെ ദേഹം എന്ന് പറയുന്നത് ഉഷ്ണശരീരം അങ്ങനെ എന്തോ പറയൂട്ടോ, അതായത് കൂടുതൽ ഹീറ്റ് വരുന്നതാണ്. അപ്പോൾ സാൻഡൽവുഡ് അടങ്ങിയിട്ടുള്ള എന്നാൽ മുൾട്ടാനി മിട്ടിയുടെ ഗുണമുള്ള ഫേസ് പാക്ക് ഇസ് അടിപൊളി. അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്, കാരണം ഉപയോഗിച്ചിട്ടേ നല്ല മണാട്ടോ. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ല് വരും. അത് ആ ചന്ദനത്തിൻ്റെയും മുൾട്ടാനി മിട്ടിയുടെയും 2ൻ്റെയും കൂടിയാണ്. അപ്പം നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസ്, അതുപോലെ തന്നെ നമ്മുടെ പോസിലെയൊക്കെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ പുൾ ഔട്ട് ചെയ്യാനും, അതുപോലെ ഏർലി സൈൻസ് ഓഫ് ഏജിങ്, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, പിന്നെ ഞാൻ പറയാം സൺ ടാന്, അതുപോലെ ഇങ്ങനെ നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ സൂത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആൻറ്റി ആക്നെയാണ്, പിന്നെ ബ്രൈറ്റൻ ചെയ്യാൻ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്. അത് നിങ്ങൾക്ക് മുൾട്ടാനി മിട്ടി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. ഇതിനപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൂളിംഗ് എഫക്റ്റും കൂടിയാണ് വരുന്നത്. ഓക്കെ, സോ 2ൻ്റെയും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മണം, പിന്നെ ചന്ദനത്തിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസസ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു നമുക്ക് സ്കിന്ന് ഭയങ്കര തണുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി. ഞാനിതിൽ
ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ ആണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നോർമൽ വാട്ടർ യൂസ് ചെയ്യുന്നവർക്ക് വാട്ടർ യൂസ് ചെയ്യാം, ചിലർ മിൽക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് വാട്ടർ ഓർ റോസ് വാട്ടറാണ്. സോ ഞാനിവിടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. പെട്ടി താഴെ വേണം. അപ്പോൾ നമ്മുടെ ഇൻഡസ് വാലിയുടെ തന്നെ ഫ്രഷ് റോസ് വാട്ടർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിതിൽ സ്പ്രേ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു റോസ് വാട്ടർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് ടോണറായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് ഫേസ് പാക്കിൻ്റെ കൂടെയും റോസ് വാട്ടറാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഇതിനെ ഒന്ന് ആ പേസ്റ്റ് രൂപത്തിലാവണ വരെ ഇത് അടിച്ചു കൊടുക്കാം. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 100% നാച്ചുറലാണ്, അതുപോലെ തന്നെ ക്രൂവൽറ്റി ഫ്രീ ആണ്. പിന്നെ അങ്ങനത്തെ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല, നോൺ GMO ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ടെക്സ്ചർ വരുന്നത്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫേസ് പാക്ക് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല റിഫ്രഷ്ഡ് ഫീൽ ഉണ്ട് കേട്ടോ. ഇനി വേണം നമുക്ക് ലിപ്പ്, ഹെയർ, നെയിൽ പണിയുണ്ട്. എന്തായാലും നമ്മുടെ ബയോ ഓർഗാനിക്കിൻ്റെ സാൻഡൽവുഡ് ഫേസ് പാക്ക് പൗഡർ നിങ്ങൾക്കും മുഖത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇൻഡസ് വാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20% ഓഫർ കിട്ടും. പക്ഷേ എൻ്റെ കോഡ് യൂസ് ചെയ്യണം, മാളവിക20. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുന്നതാണ്. ഇനി ഓഫർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ, നൈക്ക ആൻഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് വേഗം ലിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഇനി നമ്മൾ ലിപ്പിൻ്റെ പരിപാടിയാണ്. അപ്പം ലിപ്പിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഹണി, ഓക്കെ, തേനെടുക്കുക, നമ്മുടെ പഞ്ചസാര, ഓക്കെ, തേനും പഞ്ചസാരയും കൂടിയിട്ട് സ്ക്രബ് ആദ്യം ഞാൻ ഇടും കേട്ടോ. ഒന്നൊരു എക്സ്ഫോലിയേഷൻ കിട്ടാനും, അതേപോലെ തന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ലിപ്പിലും ഉണ്ടാവും, ഡെഡ് സെൽസ് ഒക്കെ. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനും ഈ ചെറിയൊരു ജെൻറ്റിൽ എക്സ്ഫോലിയേഷൻ ഹെൽപ്പ് ചെയ്യും. വല്ലാണ്ട് പിടിച്ചിങ്ങനെ ഉരയ്ക്കാൻ പാടില്ല നമ്മൾ, കാരണം നമ്മുടെ ലിപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ജെൻറ്റിലായിരിക്കണം ലിപ്പിനോട്. സോ ഇതാ കണ്ടില്ലേ, കാണാണ്ടോ, ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, സോ ഇതാണ് ആ സ്ക്രബ്. ഭയങ്കര ഈസി അല്ലേ, വെരി ഈസി. ഇതെടുക്കുക, നമ്മൾ രണ്ട് ഗുണമുണ്ട് കേട്ടോ. ഹണി നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരിതാണ്, നല്ല ഡീപ്ലി ക്ലെൻസ് ചെയ്യുന്നതാണ്. രണ്ടിൻ്റെ ഗുണമുണ്ട്. എന്നിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യും, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സ്ക്രബ് ചെയ്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുക, ആ ഒരു മുരമുരപ്പ് മാറി കിട്ടും, നമുക്ക് നല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആവും എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇനി ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുക. നമ്മുടെ സാധാ നെയ്യില്ലേ, നെയ്യ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് എടുക്കുന്നത്. അത് കുറച്ച് നേരം ഞാനൊന്ന് നെയ്യ് കൂട്ടി ഇങ്ങനെ മസാജ് ചെയ്യും നന്നായിട്ടൊരു. ഞാനിങ്ങനെ ഒരു മാസ്ക് പോലൊന്നും ഉപയോഗിക്കാറില്ല, ബട്ട് ദെൻ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും, എന്നിട്ട് അത് വൈപ്പ് ചെയ്ത് കളയും. സോ ഇതാണ് ലിപ്പിന് ചെയ്യാറ്. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ടിഷ്യൂ ടവൽ യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ രണ്ടും കഴിഞ്ഞു. ലിപ്പ് ആൻഡ് ഫേസ് ഡൺ. ഇനി നമുക്ക് വേഗം പാർലറിൽ പോയിട്ട് ഹെയർ സ്പാ ആൻഡ് നെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ. റെഡി ആവുന്നൊന്നും കാണിക്കണ്ടല്ലോ, ഇനി വേഗം റെഡി ആയിട്ട് ഓടുകയാണ്. ഞാൻ ഒറ്റപ്പാലത്താട്ടോ പോണത്, ഒറ്റപ്പാലത്തെ കെല്ലിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്ക് അവിടുന്ന് പിന്നെ എന്താ പറയുക, റെഡി ഒന്നും എടുക്കാൻ പറ്റില്ല, ചടപടയിൽ ഇങ്ങോട്ട് പോന്നു. സോ ഞാനിവിടെ ഒറ്റപ്പാലം കെല്ലിലാണുള്ളത്. പിന്നെ നമുക്ക് ഹെയർ സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ കഴിയുക കണ്ടല്ലേ, കുറച്ച് പണിയുണ്ട്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഫസ്റ്റ് ഹെയർ സ്പാ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഹെയർ വാഷ് ചെയ്യണമല്ലോ, എന്നാലല്ലേ സ്പാ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് വരക്കാം. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ്.
വീട്ടിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. പൂജേനെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ കറക്റ്റ് പൂജ കോളേജിൽ നിന്ന് ലാൻഡ് ചെയ്യല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര സഹോദര സ്നേഹം. അതെ, എത്തും. കാണിച്ചു, സ്വയം കാണിക്കൂ. ഹായ്. ഞാൻ ഉണ്ടല്ലോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് ടൈം ഹെയർ സ്പാ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മാസമൊക്കെ ഹെയർ സ്പാ ചെയ്തിരുന്നു. നല്ല സുഖമായിരുന്നു. പിന്നെ എൻ്റെ മുടിയുടെ കട്ടി കൂടാൻ തുടങ്ങിയപ്പോൾ ഹെയർ സ്പാൻ്റെ റേറ്റും കൂടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതുക്കെ മാസം കുറച്ച് 5 മാസം കൂടുമ്പോൾ ഒരു വർഷത്തിൽ ഒരു 3-4 അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് ചെയ്യും. ഹെയർ വാഷാണ് അധികവും ചെയ്യുക. ഇങ്ങനെ നമുക്കൊരു അത്രയും ചില സമയത്ത് ഇങ്ങനെ തോന്നും, അപ്പം ഞാൻ ഹെയർ സ്പാ ചെയ്യും. അങ്ങനെ ഒരവസ്ഥയാണ്. എന്താ പറയുക, നല്ലതാട്ടോ ചെയ്യണത്. എനിക്ക് സ്പെഷ്യലി മസാജ് ഭാഗം ഉണ്ട്. ആ ക്രീം പുരട്ടിയിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു മസാജ് ഉണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് പാർട്ട്. വാട്ട് ഈസ് യുവർ നെയിം? ഈവ. വേർ ആർ യു ഫ്രോം? North East Meghalaya. മേഘാലയ. മേഘാലയ. പൂജ പോയിട്ടുണ്ടോ മേഘാലയ? ഇല്ലല്ലോ. It's a beautiful place, right? So when did you visit for the last time? It's been 6 months, I think. 6 months. So your family is there? Yeah. Okay. So now what is the next step in spa? We'll apply the cream and we'll start massaging and we'll give massage. Massaging, that was my favorite part. അപ്പോൾ ഇനി മസാജ് ഉടനെ വരും കേട്ടോ. സോ യാ. Not good at Malayalam, but I understand. Yeah. പറയാ. I know that it's hard. Like കുറച്ച് വരും. Okay, so what language do you speak usually? Hindi. No, not Hindi. I know Hindi actually, Okay. but my mother tongue is Khasi. Khasi. Yeah, it's very different language. Oh, okay. Khasi. I'm from North East, so it's different language. Okay, Khasi. So can you tell some sentence like what is your name in Khasi? Kerteng Jongki means Okay. yeah. What is your It's name? your name, yeah. എന്തല്ലേ കട്ടൻ കാപ്പിന്ന് എന്താണ് ഞാൻ കേട്ടത്? What is it? Kerteng Jongki, Kadai. Khartan. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? If you ask Kerteng Jongki means it's your name. ഖഡ്തൻ. ഖഡ്തൻ ഭയങ്കര കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. ഞാൻ ഉറങ്ങിപ്പോയതിനെ തട്ടി വിളിക്കണേ. ഡബിൾ ഓംലെറ്റ് ആണ്. ചളിയായി പോയി. കണ്ടില്ലേ ഹെയർ സ്പാ ചെയ്ത് എന്തൊക്കെ ഗുണമുണ്ടെന്ന് കണ്ടോ? നമുക്കൊരു ബാക്ക് മസാജ് വരെ കിട്ടും. കിക്കിളിയുള്ളവർ ചെയ്താണ്ടല്ലോ, ഇവിടെ കിക്കില്ല. എക്സാമിൻ്റെ ടൈമിലൊക്കെ സ്ട്രെസ്സുള്ള സമയത്ത് ഞാൻ പണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് ചെയ്യാം. അപ്പോൾ ഈ ഹെഡ് മസാജ് ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു
സുഖം. കാരണം നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഓടും. അപ്പോൾ സീരിയസ്ലി നമുക്ക് ഒരു റിലാക്സേഷനാണ്. അത്ര നേരം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പഠിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചന്ദ്രനിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ആസ്ട്രോനോട്ടിനെ പോലെ ഉണ്ടോ? തലയിൽ നമ്മൾ ആ സ്റ്റീം കഴിഞ്ഞില്ല, ഇനി കുറച്ച് നേരം നമ്മൾ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാം. ഓക്കെ, സോ ഞാൻ മാനിക്യൂർ എനിക്ക് കാരണം നെയിൽസ് ഒന്നും അധികം ഇല്ല. ശരി, ഇവിടെ ആൾക്കാരുണ്ട്, നെയിൽസ് ഒന്നും അധികം ഇല്ല. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആയി ചെയ്യുന്നത്. പക്ഷേ മാനിക്യൂർ പെഡിക്യൂർ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എനിക്കത് എപ്പോഴും കൺഫ്യൂഷൻ ഈ പെഡിക്യൂറും മാനിക്യൂർ. പെഡിക്യൂർ കാലിൽ. അപ്പോൾ എന്താ പറയുക, പെഡിക്യൂർ കുറച്ച് കാര്യമായിട്ട് തന്നെ ചെയ്യണം. എൻ്റെ കാലിൽ ആക്ച്വലി 3 പേരിലേ നെയിൽ പോളിഷ് ഉള്ളൂ. കാരണം എന്താ പറയുക, ഞാൻ ഒരു ദിവസം ചെരുപ്പിട്ടതിന് ശേഷമാണ് നെയിൽ പോളിഷ് ഉള്ളത്. അപ്പോൾ ഞാൻ പുറത്ത് കാണുന്നതിൽ മാത്രം അടിച്ചു നോക്കി 3 എണ്ണത്തിൽ. അങ്ങനെ ഐ എം വെരി പ്രാക്ടിക്കൽ. നേരത്തെ തല പുകഞ്ഞു, ഇനി കാല് പുകയുന്നു കാണാൻ കേട്ടില്ലേ? No. Square? Which is good? Yeah, square will be fine for this. Yeah, then square. ഞാനൊരു സ്ക്വയർ ചെയ്തിട്ടില്ല. എനിക്ക് ഈ സൗണ്ട് ഇഷ്ടമില്ല. Okay. You don't like that? ആൾക്കാർ ഇറിറ്റേറ്റ് ഈ സൗണ്ട് കേൾപ്പിച്ചല്ലോ. പൊട്ടിത്തെരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹീൽസ് ഇല്ലേ, നമ്മുടെ ഹീല് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭയങ്കര കട്ടിയാട്ടോ. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, ഭയങ്കര ഹാർഡാണ്. ശരിക്കും ഇത് ഇടയ്ക്കൊക്കെ ചെയ്യണം, പക്ഷെ ഞാൻ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഞാനിതൊരു 1 വർഷം കഴിഞ്ഞിട്ട് തോന്നുന്നു പെഡിക്യൂർ ചെയ്യണം. എനിക്ക് ഓർമ്മയില്ല എന്നാൽ ലാസ്റ്റ് ചെയ്തത്. എനിക്ക് കിക്കിയോ ticklish. പിടിക്കും. No, it's not yet. കാരണം സ്പാ ചെയ്താൽ അധികം ചൂടാക്കാൻ ഹീറ്റ് കൊടുക്കില്ല തലയിൽ. അപ്പോൾ ഡ്രൈ ചെയ്യാൻ കുറേ സമയമെടുക്കും. കൈ നല്ല ഭംഗിയില്ലേ, വളരെ ഇഷ്ടമായി കളർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പ്രിയ ചേച്ചി. ഓക്കെ, പിന്നെ ഇവനെ നമ്മൾ പരിചയപ്പെട്ടു. അന്യോനെ സോന. ഓക്കെ, ഇത് സോന. അപ്പോൾ പ്രിയ ചേച്ചീനെ എനിക്ക് കുറേ മുന്നേ അറിയാം കേട്ടോ. ഞാൻ ആക്ച്വലി എത്ര കൊല്ലമായി നമ്മളിവിടെ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ട്. അതെ, സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പാലത്തുള്ളവർക്ക് വരാം. എന്താ പറയുക, നല്ല സർവീസസ് ആണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ബാക്കി പറയാം. അപ്പോൾ എന്തായാലും
ടാറ്റ. പിന്നെ അടുത്ത തവണ കാണാം. ഒരാളും കൂടി ഉണ്ട്, ശുഭ ചേച്ചി ഉണ്ട് കേട്ടോ. ശുഭ ചേച്ചി ഇതുപോലെ അന്ന് തൊട്ട് എൻ്റെ എല്ലാം ചെയ്യുന്നത്. പക്ഷെ ആൾ നേരത്തെ പോയി വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ആളെ കാണാം. അപ്പോൾ എന്തായാലും ടാറ്റ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം ഞങ്ങളുടെ എല്ലാം പരിപാടിയും കഴിഞ്ഞു. ഇനി എന്താ, നമ്മൾ വീട്ടിൽ പോവുക, കഴിക്കുകയാണ്. അതൊന്നും സെൽഫ് പാമ്പറിങ്ങിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കാണെങ്കിൽ എല്ലാം കഴിക്കാൻ പറ്റില്ല, ചില പെർട്ടിക്കുലർ സാധനങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. 37 ദിവസമൊക്കെയാണ്. ഇപ്പോൾ എത്ര ദിവസമായി? 17, 18 ആവുന്നു. 18 ദിവസമായി. അപ്പം ഇനി വീട്ടിൽ പോവാം, ഫുഡ് കഴിക്കുക. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും കണ്ടുമല്ലോ, ഇതേ ഉള്ളൂ. അമ്മ ഇവിടെ ടൗണിൽ തന്നെ ഉണ്ട്, ഒറ്റപ്പാലത്ത് എവിടെയുണ്ട്. അമ്മയും ഇവളുടെ അമ്മയുണ്ട് തോന്നുന്നു. സോ രണ്ടാളെയും പിക്ക് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോവാം. ടാറ്റ ബൈ. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് മൈ വീഡിയോ. പിന്നെ ഞാൻ പലപ്പോഴും പറയാത്തൊരു കാര്യമാണ്, കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നമുക്കൊരു കൂടുതൽ വലിയൊരു ഫാമിലി ആവാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ടാറ്റ.